ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ട്രിപ്പിൾ സ്റ്റോറിന് കൺഫേം ഡീറ്റെയിൽ. ഒരു സ്റ്റോറിൽ ഏത് ബണ്ടിലാണ് ഏത് ഇമോട്ടാ വരുന്നത്, ഫിഫ്റ്റ് ടോക്കൺ സ്റ്റോറിലേക്ക് ഏത് ബണ്ടിൽ വരും, ഗിഫ്റ്റ് സ്റ്റോറിലേക്ക് ഏത് 10 ബണ്ടിലാ വരുന്നത്, അതുപോലെ ഗോൾഡിൽ വരാനിരുന്ന ബണ്ടിലല്ലേ ഫ്രണ്ട്സ്, അത് നമുക്ക് എങ്ങനെയാണ് ഇനി കാണാൻ സാധിക്കുക. മാത്രമല്ല നയൻ താനേഴ്സിന്റെ ലോഗിൻ റിവാർഡ്, അതുപോലെ ഇന്റർഫേസിലൂടെ നമുക്ക് എങ്ങനെ റിവാർഡ് കംപ്ലീറ്റ് ആക്കാം. അതുപോലെ ഗെയിമിലേക്ക് സോഷ്യൽ മീഡിയ ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ഫീച്ചർ വരുന്നുണ്ട് ഫ്രണ്ട്സ്, അതെങ്ങനെയായിരിക്കും. അതുപോലെ പുതിയ ഒരു ഗ്രൂപ്പ് ട്രാവൽ ഇമോട്ട് വരുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന ഈവന്റ് ഫ്രീ റിവാർഡ്സ് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ഫ്രണ്ട്സ്. അതോടെ പറയുന്ന വീഡിയോ സ്കിപ്പ് അടിക്കാതെ വീഡിയോ കാണാൻ ശ്രമിക്കും. 4-ാം അപ്ഡേറ്റ് വരുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫോ ഡിസ്പ്ലേ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് 2 രീതിയിൽ വരുന്നുണ്ട്. ഒരെണ്ണം നമുക്ക് ക്രാഫ്റ്റ് ആൻഡ് മാപ്പ് ഇല്ല ഗൈസ്. അപ്പോൾ അതിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഇവിടെ കാണാൻ പറ്റും ബിഗ് ന്യൂസ് ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ക്രാഫ്റ്റ് ആൻഡ് മാപ്പ് ബിൽഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് സോഷ്യൽ മീഡിയ ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. അതായത് ഇൻസ്റ്റ, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇല്ല ഗൈസ്. ആ ഒരു സോഷ്യൽ മീഡിയ നമുക്ക് എല്ലാവർക്കും തന്നെ ലിങ്ക് ചെയ്യാൻ പറ്റും. ക്രാഫ്റ്റ് ചാനൽ മാത്രമല്ല നമ്മുടെ പ്രൊഫൈലിൽ മെയിൻ മുതൽ ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ പ്ലേസ് ക്യാൻ നൗ ലിങ്ക് ഡിസ്പ്ലേ പോപ്പുലർ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഇൻക്ലൂഡിംഗ് ഫേസ്ബുക്ക്, ടിക്ടോക്ക്, യൂട്യൂബ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ അതായത് ഫേസ്ബുക്ക് ഒക്കെ അല്ലെങ്കിൽ യൂട്യൂബ് ഒക്കെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. അതുപോലെ 9th ആനിവേഴ്സറിയുടെ എന്തോ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ സ്കൈ ഡൈവിങ്ങിന്റെ സ്കിന്നിന്റെ ആനിമേഷൻ ആണ് ഫ്രണ്ട്സ് ഇവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഇതുപോലെ 4 പ്ലേയേഴ്സും ഇങ്ങനെ വന്നിട്ട് ഈ ആനിമേഷനോട് തന്നെ താഴേക്ക് ചാടും. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇതുപോലെ ഒരു ബണ്ടിൽ വരുന്നുണ്ട് ഫ്രണ്ട്സ്. അത് മാത്രമല്ല കയ്യിലാണെങ്കിൽ ഒരു ഗണ്ണുണ്ട്. ഇത് നമ്മുടെ എവോ M60 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും കൊള്ളാം ഗൈസ്. അപ്പോൾ നമുക്ക് 9th ആനിവേഴ്സറി വരാൻ പോകുന്ന മറ്റൊരു ഇമോട്ട് ഉണ്ട്. സ്കോഡ് ആനിവേഴ്സറി ഇമോട്ടാണ്. അപ്പോൾ ഇത് എനിമിക്കൊക്കെ നമ്മുടെ ഈ ഇമോട്ടിൽ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ഫ്രണ്ട്സ്. പബ്ജിയിൽ ഇതുപോലെ ഒരു ഇമോട്ട് വന്നിരുന്നു. അതുപോലെ തന്നെ ഇതാണ് ടൊണേറ്റ് അപ്ഡേറ്റ്. ഫിസ്റ്റിന്റെ ഫെയിൽ വരുന്നുണ്ട് ഫ്രണ്ട്സ്. നാളെ അത് കഴിഞ്ഞ് മറ്റന്നാൾ നമ്മുടെ ഗെയിമിലോട്ട് പുതിയ അപ്ഡേറ്റ് വരും. അപ്പോൾ നമുക്ക് വരുന്ന പുതിയ പേര് ഇവന്റ് ആണ് ആനിവേഴ്സറി റിംഗ് ഇവന്റ്. അപ്പോൾ നമുക്ക് ഈ ബണ്ടിലേക്ക് ഉണ്ടായിരിക്കും. ഈ ഫീമെയിൽ ബണ്ടിലും മെയിൽ ബണ്ടിലേക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഫസ്റ്റ് എഡിഷൻ കോഡ് എന്തൊരു സംഭവം ഉണ്ട് ഗൈസ്, അത് വരുന്നുണ്ട്. ഇത് മാത്രമല്ല നമുക്കൊരു ബാക്ക് പാക്ക് ഉണ്ട്. ഇതാണ് ബണ്ടില്. അപ്പോൾ ഈ ബാക്ക് പാക്ക് കാണാനൊക്കെ പൊളിയാണ്. ആനിവേഴ്സറിക്ക് ഉണ്ട്. പിന്നെ മറ്റൊരു പേര് ഇവന്റ് 27-ാം തീയതി വരുന്നുണ്ട്. അതാണ് ആനിവേഴ്സറി പരേഡ് ഇമോട്ട്. അപ്പോൾ ഇത് ടീംമേറ്റ്സ് അല്ലെങ്കിൽ എനിമിക്കൊക്കെ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പരേഡ് ഇമോട്ടിൽ അപ്പോൾ നമ്മളിങ്ങനെ മാപ്പിൽ ഇതുപോലെ ഇമോട്ട് അടിച്ച് പോകുമ്പോൾ എനിമിക്ക് ഉണ്ടെങ്കിൽ എനിമിക്കും ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിമിയും നമ്മൾ ഒരുമിച്ച് ഇതുപോലെ ഡാൻസ് കളിക്കും കേസ്. ഇതുപോലെ എന്തോ ഒരു പരേഡൊക്കെ ചെയ്തിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഇവന്മാർ ഉദ്ദേശിക്കുന്നത്. ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ എനിമി തീരുമാനിക്കും. അപ്പോൾ എനിമി ജോയിൻ ചെയ്യുകയാണെങ്കിൽ പൊളിക്കും കേസ്. നല്ല ത്രില്ലായിരിക്കും കളി കാണാനൊക്കെ ആയിട്ട്. ഇനി ട്രിപ്പിൾ സ്റ്റോർ അപ്ഡേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ 9th ആനിവേഴ്സറിയിൽ നമുക്ക് ഇന്റർഫേസ് ഇല്ല കേസ്, അത് നമുക്ക് ലഭിക്കുന്ന റിവാർഡ്സ്. 9th ആനിവേഴ്സറി ഇവന്റ് വരുമ്പോൾ നമുക്ക് ഇടത് ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒരു മിഷൻ വരും, കാണാൻ പറ്റില്ല കേസ്. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഡെയിലി ടാസ്ക് വരും കേസ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ ക്ലെയിം ചെയ്യാം, ടോക്കൺസ് ക്ലെയിം ചെയ്യാം. ടോക്കൺസ് വെച്ച് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡ് കിട്ടും കേസ്. അപ്പോൾ നമുക്കിതിൽ നമുക്ക് 5 റിവാർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലെ റിവാർഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 5ാമത്തെ റിവാർഡാണ് ബണ്ടിൽ. പിന്നെ നമുക്ക് എങ്ങനെ നമുക്ക് തലക്കടിച്ച് തല വലുതാക്കാൻ പറ്റും കേസ്. എന്തൊക്കെയാണ് ഇപ്പം നമുക്ക് ചെറുതാവാം വലുതാവാം, കണ്ടില്ലേ ക്യാരക്ടേഴ്സ് നമുക്ക് വലുതാവാനും ചെറുതാവാനും പറ്റും. ലോഗിൻ ചെയ്യുമ്പോൾ ഗോൾഡ് വൗച്ചർ കിട്ടുന്നുണ്ട് ഫ്രണ്ട്സ്. അതുപോലെ തന്നെ നമുക്ക് എത്രയാണ് 4 ലോഗിൻ ചെയ്യുമ്പോൾ ബാക്ക് പാക്ക് കിട്ടുന്നുണ്ട്. 9th ബാക്ക് പാക്ക് ആണ്, ബാക്ക് പാക്ക് അല്ല പിന്നാണ്. പിന്നെ നമുക്ക് 8 ദിവസം ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് പാക്ക് കിട്ടുന്നത്. ഇതിൽ നമുക്ക് 9th ആനിവേഴ്സറിയുടെ ലെജൻഡറി ടൈറ്റിൽ ഉണ്ട് ഫ്രണ്ട്സ്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ മിഷൻ കംപ്ലീറ്റ് ആക്കുമ്പോൾ ഡെയിലി ചെക്കിങ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള റിവാർഡ്സ് നമുക്ക് ഈവൻ സെക്ഷനിൽ കേസ്. അതുവഴി നമുക്ക് എല്ലാവരും ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഇന്നലത്തെ ഇവിടെ പറഞ്ഞിരുന്നു. ബാക്കിയുള്ള റിവാർഡ് ട്രിപ്പിൾ സ്റ്റോർ അപ്ഡേറ്റിനെ കുറിച്ച് നോക്കാം. ഇതിൽ വരുന്നത് FF ടോക്കൺ, പിന്നെ മാജിക് സ്റ്റോർ, അതുപോലെ തന്നെ സാധാ സ്റ്റോർ ഉണ്ടാവും. നോർമൽ സ്റ്റോറിന് കൺഫേം ആയിട്ടുള്ള ബാൻഡ് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ആ ബാൻഡ് ഇവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ബണ്ടിലുണ്ട് ഫ്രണ്ട്സ്. അതായത് പോയിസൺ, പിന്നെ യങ് സ്റ്റാർ ബണ്ടില്, അതുപോലെ തന്നെ സാസി സ്റ്റാർ ബണ്ടില്, പിന്നെ ഇമോട്ട് ഉണ്ട്. 6-7 ഇമോട്ടില്ല ഫ്രണ്ട്സ്. ഇതൊക്കെ വരുന്നുണ്ട് നോർമൽ സ്റ്റോറിലോട്ട്. ഓക്കെ, അടുത്തതാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി FF ടോക്കൺ സ്റ്റോറിലേക്ക് വരാൻ പോകുന്ന ബണ്ടിൽസിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടുത്തെ ലീഗേഴ്സും ഡാറ്റാമൈനേഴ്സും പറഞ്ഞ ഈ ബണ്ടിൽ വരുമെന്നാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് സ്പോർട്ടി സ്റ്റാർ ബണ്ടില്. അപ്പോൾ ഇത് നല്ല ഒരു ബണ്ടിലാണ് ഫ്രണ്ട്സ്. ഇത് നമ്മുടെ FF ടോക്കൺ സ്റ്റോറിലേക്ക് വരികയാണെങ്കിൽ നല്ല ഉപകാരപ്പെടും. നമുക്കിത് ക്ലെയിം ചെയ്യാം. അതുപോലെ കോസ്മിക് ടെലിപ്പോർട്ട്, അതുപോലെ തന്നെ ക്രിംസൺ പാർക്കർ ബണ്ടിലില്ല ഫ്രണ്ട്സ്. ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിലേതോളം വന്നേക്കാം. അതുപോലെ ഗോൾഡോയിൽ എന്തോ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് ഫ്രണ്ട്സ് കയറിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോൾഡിൽ ഇപ്പോൾ വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ബണ്ടിലില്ല ഫ്രണ്ട്സ്. അത് നമുക്ക് മറ്റേതെങ്കിലും ഒരു സ്റ്റോറിലേക്ക് ആടാവുന്നുണ്ടായിരിക്കും. ഇത് പുതിയ സിസ്റ്റം വരുന്നുണ്ട് ഗോൾഡ് വാൾട്ട്. അപ്പോൾ അതിലാണെങ്കിൽ ഒരു ബണ്ടിൽ വരുന്നുണ്ട് ഫ്രണ്ട്സ്. അവിടെ കാണാൻ പറ്റും ന്യൂ ഗോൾഡ് വാൾട്ട് കമ്മിങ്. അപ്പോൾ ഇതിലെ ബണ്ടിലാണ് ഇവിടെ കാണുന്നത്. മറ്റന്നാൾ അപ്ഡേറ്റ് ഇല്ല ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇതുപോലെ മാജിക് സ്റ്റോറിലേക്ക് ബണ്ടിൽസ് ആഡ് അയക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 10 പുതിയ ബണ്ടിൽസ് ആഡ് ആവുന്നുണ്ട് കേസ്. അത് കൺഫേം ആയിട്ടില്ല. അപ്പോൾ നമുക്ക്
നമുക്ക് ജൂലൈ 1 നമുക്ക് 9th ആനിവേഴ്സറി പ്രമാണിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് മാജിക് കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് അന്ന് തന്നെ ജൂലൈ 1 പുതിയ മാജിക് സ്റ്റോർ അപ്ഡേറ്റ് വന്നേക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് നമുക്ക് നല്ല മാസമായിട്ടുള്ള ബണ്ടിൽസ് മാറായിക്കാൻ കഴിയും. അടുത്ത അപ്ഡേറ്റിൽ ഇവന്മാരെ വലിയ മാസം കാണിക്കത്തില്ല. ബട്ട് നമുക്ക് 9th ആനിവേഴ്സറിൽ വരാൻ പോകുന്ന റിവാർഡ്സ് ഉള്ള കേസ്, അതിലാണ് ഇവന്മാർ നല്ല മാസം റിവാർഡ്സ് ഒക്കെ ആഡ് ചെയ്യുന്നത് സാധാരണ. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ജൂലൈ 1 ആകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് മാജിക്കും അതുപോലെ തന്നെ നമുക്ക് മാജിക് സ്റ്റോർ അപ്ഡേറ്റ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ് ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് നോക്കാം. അതായത് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ബണ്ടിൽസ് താഴെ കമന്റ് അടിക്കുക കേസ്. അപ്പൊ മാജിക് സ്റ്റോറിൽ അതായത് ഏത് ജോക്കർ മോഡലാണോ അല്ലെങ്കിൽ ഏത് മോഡലാണ് ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാജിക് സ്റ്റോറിൽ വരാനായിട്ട് എല്ലാവരും താഴെ കമന്റ് അറിയിക്കുക. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ഈവന്റ് അപ്ഡേറ്റ് ഒക്കെ. നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സ് അറിയിക്കുക ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് മറ്റൊരു സൈനിങ് ഓഫ്.